വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. വെൽക്കം ടു യു ഓൾ ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്ന് ഞായറാഴ്ചയാണ്. ലാസ്റ്റ് ഞായറാഴ്ച നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, എഫോർട്ട് വെസസ് റിസൾട്ട്. എന്നിട്ട് അതിനകത്ത് പറഞ്ഞിരുന്നു ഇത് വീക്കർ ഹാൻഡ് സെല്ലിംഗ് ആണ്, മുകളിൽ നിന്ന് സെല്ലിംഗ് പവർഫുൾ അല്ല, എനി ടൈം മാർക്കറ്റ് റിവേഴ്സലാകുന്നു. അതേപോലെ ഇപ്പോൾ റിവേഴ്സലായി കൺസോളിഡേഷനിലാണ്. ഈ ഞായറാഴ്ച നമ്മൾ പഠിക്കുന്നതിനായിട്ട് ഒരു 5 മിനിറ്റ് വീഡിയോ കാണുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ട്രെൻഡ് ട്രേഡിംഗ്. ട്രെൻഡ് ഈസ് എ മൈ ഫ്രണ്ട്, അല്ലെങ്കിൽ ട്രെൻഡ് ഈസ് എ ഫ്രണ്ട് എന്ന് പറയുന്നത് പോലെ ട്രെൻഡ് എപ്പോഴും ഒരു ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ടാണ്, അല്ലേ? അപ്പോൾ അത് ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടുമോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഇത് ആദ്യമായിട്ട് യൂട്യൂബിൽ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വിലയേറിയ കമൻറ്റ് ബോക്സിൽ ഇടുക. വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് അറിയേണ്ടത്? ഒരു ഓപ്ഷൻ ബയർ ആണെങ്കിലും ഓപ്ഷൻ സെല്ലർ ആണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് പുതുതായിട്ട് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടോ, അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതുണ്ട്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ചിടത്തോളം ബയർ കോൺഫിഡൻസ് അല്ലെങ്കിൽ സെല്ലർ കോൺഫിഡൻസ് എന്ന് പറയും. ഇത് രണ്ട് കോൺഫിഡൻസ് മാർക്കറ്റ് പ്രൊഫൈലിലൊരു കോൺടെക്സ്റ്റ് ആണ്, അതിൽ ഒരു സ്ട്രാറ്റജിയാണിത്, അല്ലെങ്കിൽ ഒരു സെറ്റപ്പാണ്, ഒരു റൂളാണ്. ബയർ കോൺഫിഡൻസ് അല്ലെങ്കിൽ സെല്ലർ കോൺഫിഡൻസ്. അപ്പോൾ നമുക്ക് ബയർ കോൺഫിഡൻസ് നമ്മൾ എവിടെ നോക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കുന്നത് ഒരു ഗ്യാപ്പ് അപ്പ്. ഓക്കെ, ഗ്യാപ്പ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിയറായിട്ട് ആദ്യം വീണ്ടും ബേസിക് മനസ്സിലാക്കുക. പ്രീവിയസ് ഡേ ഹൈക്ക് മുകളിൽ ഓപ്പൺ ആയാൽ മാത്രമേ ഗ്യാപ്പ് അപ്പ് ആകത്തുള്ളൂ. പ്രീവിയസ് ഡേ ക്ലോസ് ആൻഡ് പ്രീവിയസ് ഡേ ഹൈക്ക് മുകളിൽ ഓപ്പൺ ആയാലേ ഗ്യാപ്പ് അപ്പ് കൺസിഡർ ചെയ്യത്തുള്ളൂ. അതേപോലെ ഗ്യാപ്പ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഡേ ലോ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ക്ലോസിനും പ്രീവിയസ് ഡേ ലോയ്ക്കും താഴെ ഓപ്പൺ ആയാൽ നമുക്ക് എന്താ കൺസിഡർ ചെയ്യാൻ പറ്റുക? ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മളൊരു ഓപ്ഷൻ ബയർ ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ചാർട്ടാണ്. ഒരു ഓപ്ഷൻ ബയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രാഡേ പ്ലെയറാണ്. നമ്മൾ എപ്പോൾ ഇൻട്രാഡേ പ്ലെയർ ആകാൻ പറ്റുള്ളൂ. അരമണിക്കൂറിലെ മാക്സിമം 1 മണിക്കൂറൊക്കെ വളരെ റെയർ കേസാണ് ഹോൾഡ് ചെയ്യരുത് ഓപ്ഷൻ ബയർ. ഓപ്ഷൻ ബൈ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 50-100 പോയിൻ്റ് ഈസി ആയിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. അത് എൻ്റെ പേഴ്സണലാണ്. അത് പേഴ്സൺ വേരിയേഷൻ ആകാം. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉണ്ട്, നിങ്ങളുടെ സെറ്റപ്പ് വർക്കാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം, അതിനകത്ത് ഹോൾഡ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ ഒഫീഷ്യൽ വർക്കിൻ്റെ കൂടെയൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു പാസീവ് ഇൻകമാണ് എനിക്ക് എങ്ങനെ പോയാലും മന്ത്ലി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് 50% എനിക്ക് ഏണിങ്സ് വരുന്നുണ്ട് അതിൽ നിന്ന്. സോ ബയർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഡേ ഹൈക്ക് മുകളിൽ ഓപ്പൺ ആവുകയും അവിടെ നിന്ന് നമുക്ക് ട്രെൻഡ് വന്നിട്ട് കണ്ടിന്യൂവേഷൻ മുകളിലോട്ട് തരണം, അല്ലേ? ബയർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേ ഹൈക്ക് മുകളിൽ ഓപ്പൺ ആകണം, എന്നിട്ട് അവിടെ നിന്ന് ട്രെൻഡ് വന്ന് കണ്ടിന്യൂവേഷൻ തന്നാൽ മാത്രമേ ബയർ കോൺഫിഡൻസ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ ബയർ കോൺഫിഡൻസ് ആകത്തില്ല. ഓക്കെ, സോ ഇത് എങ്ങനെയാണ് ബയർ കോൺഫിഡൻസ് നമ്മൾ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യണം ഇനി മുതൽ. അതായത് പ്രീവിയസ് ഡേ ക്ലോസിനും, ഇതിപ്പോൾ നമ്മൾ ഈ ചാർട്ടിൽ കാണുന്നത് 15-ാം തീയതി ജാനുവരി 15-ാം തീയതി വെനസ്ഡേ ക്ലോസ് ചെയ്ത ഫിഗറാണ്. അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,275 രൂപ 50 പൈസയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അടുത്ത ദിവസം വ്യാഴാഴ്ച ഓപ്പൺ ആയിരിക്കുന്നത് ഒരു ഗ്യാപ്പ് അപ്പ്, നല്ല ഗ്യാപ്പ് അപ്പാണ്. 23,400 ഓപ്പൺ ആയിരിക്കുന്നത്. ഏറെക്കുറെ ഒരു 130 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ഫ്യൂച്ചറിൽ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻട്രാഡേ ഓപ്ഷൻ ബയർ ആണല്ലോ. ഇതിനകത്ത് ഓപ്ഷൻ സെല്ലേഴ്സ് അവർ വീക്ക്ലി കോൺട്രാക്റ്റ് കാണും, മന്ത്ലി കോൺട്രാക്റ്റ് കാണും, ക്വാർട്ടർലി കോൺട്രാക്റ്റ് കാണും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവർ ആണ് പേടിക്കേണ്ടത്. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യത്തിൽ ഇത് ഗ്യാപ്പ് അപ്പ് ആകുമ്പം നമ്മൾ ഓപ്ഷൻ ബയർ അല്ലേ, ഗ്യാപ്പ് അപ്പ് ആയതിനു ശേഷമാണല്ലോ നമ്മൾ അതിൻ്റെ ട്രേഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. സോ നമുക്കിവിടെ ട്രെൻഡ് കണ്ടിന്യൂ ആവുമോ എന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാൽക്കുലേഷൻ ചെയ്യുക. ഈ 130 പോയിൻ്റ് ഉണ്ടല്ലോ, അതായത് പ്രീവിയസ് ഡേ ക്ലോസിനും ഇന്നത്തെ, അതായത് നെക്സ്റ്റ് ഡേ, ഇപ്പോൾ പ്രീവിയസ് ഡേ ക്ലോസിനും ഇന്നത്തെ ഓപ്പണും, അതായത് 15-ാം തീയതിത്തെ ക്ലോസിനും 16-ാം തീയതിത്തെ ഓപ്പണിനും എത്രയാണ് ഡിഫറൻസ് ഉണ്ട്? ഈ ഡിഫറൻസ് 130 പോയിൻ്റ് ഉണ്ട്.
എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ 130 പോയിൻറ്റിൻ്റെ പകുതി എടുക്കുക. അപ്പം എത്രയാണ് വരുന്നത്? നമുക്ക് 65 പോയിൻറ്റ് വരും അല്ലേ. 60 120 5 5 10 130. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ക്ലോസിൻ്റെ അവിടെ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രീവിയസ് ഡേ ക്ലോസ് 15-ാം തീയതിത്തെ ക്ലോസ് എത്രയാണ്? 23 275 76 കൂട്ടാം. അവിടെ നിന്ന് ഒരു 65 പോയിൻ്റ് ആകുമ്പം നമുക്ക് എത്ര വരുക? 23,340 വരും. നിങ്ങൾ കൂട്ടി നോക്കിക്കോളൂ, 340 വരും. 340-ന് മുകളിൽ റിവേഴ്സൽ എടുക്കുന്നത് കാണാം നിങ്ങൾക്ക്. 340 45-ൻ്റെ അവിടെ കണ്ടോ, ഈ ദിവസം ഈ ക്യാൻഡിൽ എക്സാക്റ്റായിട്ടും ഈ സ്ഥലത്ത് അവർ റിവേഴ്സൽ എടുത്തു. എന്നിട്ട് ഒരു കാൽക്കുലേഷൻ കൂടെ ചെയ്യുക. ഈ ഡേ ഓപ്പണിൻ്റെ അവിടെ നിന്ന് 16-ാം തീയതി ഡേ ഓപ്പണിൻ്റെ അവിടെ നിന്ന് പ്ലസ് ഒരു 65 പോയിൻറ്റ് മുകളിൽ വയ്ക്കുക. നിങ്ങൾക്ക് ട്രേഡ് സെറ്റപ്പ് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക, നിങ്ങൾ തന്നെ സ്ട്രാറ്റജീസൊക്കെ ഉണ്ടാക്കുക. ഇതൊരു ട്രെൻഡ് ട്രേഡിങ്ങിനുള്ള ഒരു ഐഡിയാസാണ്. ഇത് നിങ്ങൾ എവിടെയൊക്കെയാണ് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആകുമ്പം പേടിക്കാതെ ഇങ്ങനെ അനലൈസ് ചെയ്തതിന് ശേഷം ഒരു എൻട്രിയും ഒരു എക്സിറ്റും എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഈ 65 പോയിൻറ്റ് നമുക്ക് 400 എത്ര ഓപ്പൺ ആയത്? 406 406 60 ആകുമ്പം 466 470 72-ൻ്റെ അവിടെ. അപ്പോൾ അവൻ്റെ മുകളിൽ പോയില്ല. സോ നമുക്ക് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വേണമെന്നുണ്ടെങ്കിൽ 70-ന് മുകളിലും, അതായത് ഓപ്പണായി അതായത് ഈ ഹൈയും അതായത് പ്രീവിയസ് ഡേ ക്ലോസും ഇന്നത്തെ ഓപ്പണും നമ്മൾ എടുത്തു, അത് ഡിവൈഡഡ് ബൈ 2 ഇട്ടു, അതിനെ പ്രീവിയസ് ഡേ ക്ലോസിൻ്റെ അവിടെ നിന്ന് പ്ലസ് ചെയ്തു, ഇന്നത്തെ 16-ാം തീയതി ഡേ ഓപ്പണിൻ്റെ അവിടെ നമ്മൾ പ്ലസ് ചെയ്തു. ഇതിന് മുകളിൽ പോയാൽ മാത്രമേ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആവത്തുള്ളൂ. 23,470-ന് മുകളിൽ പോയാലേ ട്രെൻഡ് മുകളിലോട്ട് കണ്ടിന്യൂ ആവുള്ളൂ. അല്ലെങ്കിൽ ട്രെൻഡ് താഴോട്ട് തന്നെ വന്ന് ഈ ക്ലോസിൻ്റെ അവിടെ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ താഴെ ഒരു അക്സെപ്റ്റൻസ് കിട്ടണം. 23,340-ൻ്റെ അവിടെ താഴോട്ടൊരു അക്സെപ്റ്റൻസ് കിട്ടിയാൽ താഴോട്ടൊരു നമുക്കൊരു ഫാള്, അതായത് ഈ ബയർ കോൺഫിഡൻസ് പോയിട്ട് ഈ ക്ലോസിൻ്റെ അവിടെ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇതേപോലെ സൈഡ് വൈസ് ആയിട്ട് പോകും, ബാലൻസ് മോഡിലോട്ട് പോകും. അത് നിഫ്റ്റി ആണെങ്കിലും ശരി, ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ശരി, സെൻസെക്സ് ആണെങ്കിലും ശരി, ഏത് സ്റ്റോക്കിലാണെങ്കിലും ശരി, ഇതാണ് ഇതിൻ്റെ ബേസിക് റൂൾ. ഇങ്ങനത്തെ ഒരു സംഭവം നമുക്കിവിടെ ഗ്യാപ്പ് അപ്പിൽ സൈഡ് വേസ് കാണാൻ പറ്റി. വേറൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഗ്രൂപ്പിൽ ഇടുക, കമൻറ്റ് ബോക്സിൽ ഇടുക നമ്മുടെ. ഓക്കെ, ഇത് കണ്ടോ ഈ ദിവസം, അതായത് ഈ ദിവസം എന്താണ് ഇവിടെ സംഭവിച്ചത്? 10-ാം തീയതി ഫ്രൈഡേ, 10-ാം തീയതി വെള്ളിയാഴ്ച ജാനുവരി മാസം ക്ലോസ് ചെയ്തത് 23,519-ലായിരുന്നു. ഓക്കെ, ക്ലോസ് ചെയ്തത്. എന്നിട്ട് തിങ്കളാഴ്ച ഓപ്പൺ ആയതോ 13-ാം തീയതി ജാനുവരി തിങ്കളാഴ്ച ഓപ്പൺ ആയതോ 23,400. ദാറ്റ് മീൻസ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണായി. ഇത് താഴോട്ട് കണ്ടിന്യൂ ആയിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ കാൽക്കുലേഷൻ ഗ്യാപ്പ് അപ്പിൽ വർക്കാവുന്നത് പോലെ ഇവിടെ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ വിലയേറിയ ഇതെന്തുകൊണ്ടാണ് കണ്ടിന്യൂ ആയത് താഴോട്ട്? ഇവിടെ സെല്ലർ കോൺഫിഡൻസ് ആണ് കേട്ടോ. താഴെ ഗ്യാപ്പ് ഡൗൺ ആണ് എന്നുണ്ടെങ്കിൽ സെല്ലർ കോൺഫിഡൻസ് ആണ്. ഈ സെല്ലർ കോൺഫിഡൻറ്റ് എങ്ങനെയാണ് താഴോട്ട് വർക്കായത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പുതിയ ഇതേപോലെ ലേണിങ്ങുമായിട്ട് ഞായറാഴ്ചകൾ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.